സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു പാവത്താനെ ഇതുവരെ ബിഗ് ബോസ് ഹിസ്റ്ററി കണ്ടിട്ടില്ല. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഐസ് കാത്തിരുന്ന് നമ്മുടെ ആ ഒരു നിമിഷം ഫൈനലിൽ എത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാബുമാൻ എവിക്റ്റ് ആവുന്ന ദിവസം എത്രയോ പേര് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നറിയോ ഇവനൊന്ന് പുറത്തോട്ടിറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം പുറത്തോട്ട് വരുന്നില്ലെന്നേ. എല്ലാ എവിക്ഷനിൽ നിന്ന് ഇവനങ്ങ് സേവായി പോവായിരുന്നു. എത്ര എവിക്ഷനിൽ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടെന്നറിയോ ഇവൻ സേവ് ആകുമ്പം. ഞാൻ പോലും എത്ര തവണ ഓർത്തെന്നറിയോ ഇവൻ എന്താണ് ഇതുവരെ ഇറങ്ങാത്ത, ബിഗ് ബോസ് തന്നെ ഇത്ര അൺഫെയർ ആയിട്ട് ആൾക്കാരെ എവിക്റ്റ് ആക്കുന്നതെന്നൊക്കെ. ഈ സീസണിൽ എത്രയോ അൺഫെയർ എവിക്ഷൻസ് നടന്നിട്ടുണ്ട്. അതിനെല്ലാം മെയിൻ കാരണം ഇവൻ ഒറ്റ ഒരുത്തനാണ്. കാരണം എല്ലാവരും ഇവനെ വെച്ചാണ് അവിടെ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത്. ഇവനേക്കാൾ എന്തുകൊണ്ടും ഭേദമായിട്ട് എന്തുകൊണ്ടും ഡിസേർവിങ് ആയിട്ട് ഉള്ള എത്ര ആൾക്കാരുണ്ടായിരുന്നറിയോ ഇവിടെ. അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സാബുമാൻ ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. കാര്യമായിട്ടും പറഞ്ഞാൽ ഒരു നല്ല പക്കാ ജെന്റിൽമാനാണ് നമ്മുടെ സാബുമാൻ. പുള്ളി ഇതുവരെ അവിടെ ഒരു അനാവശ്യ പ്രശ്നമോ ചുമ്മാ ഒരു ബേസ്ലെസ് കമൻറ്റോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല അവിടെ. സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു പാവത്താനെ ഇതുവരെ ബിഗ് ബോസ് ഹിസ്റ്ററി കണ്ടിട്ടില്ല. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ ഒരു പേഴ്സണാലിറ്റി ഒരിക്കലും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് പറ്റിയ സാധനമല്ല. ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെ ഗെയിമുകൾ വേണം, അവിടെ സ്ട്രാറ്റജീസ് വേണം, അതേപോലെ തന്നെ ചതിയും വേണം, വഞ്ചനയും വേണം, എല്ലാം വേണം. ഇതിൽ സാബുമാൻ ഇതിലൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആകെ അവൻ ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് സത്യസന്ധത, അതേപോലെ തന്നെ സിംപ്ലിസിറ്റി. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സാബുമാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി അവിടെയുള്ള എല്ലാവരും. സാബുമാനെ പോലെ ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യനെ സത്യമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാബുമാൻ ഈ വീക്കെന്നല്ല, കയറിയപ്പോൾ തൊട്ട് ഇതുവരെ ഒരു കണ്ടൻറ്റ് ആയിട്ട് ഇതുവരെ പുറത്തോട്ടൊന്നും വന്നിട്ടില്ല സാബുമാൻ്റെ. അതുകൊണ്ട് സാബുമാൻ ഈ തവണ എവിക്റ്റ് ആയത് കറക്റ്റ് എന്നേ ഞാൻ പറയാൻ പറ്റത്തുള്ളൂ. ഈ തവണയല്ല, നേരത്തെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ പോയത് നന്നായി. സാബുമാൻ എന്തായാലും പുറത്തിറങ്ങിയിട്ട് നല്ലൊരു ഫ്യൂച്ചറുണ്ട്, ഉറപ്പാണ്. കാരണം അവൻ്റെ ആ ഒരു ചിരി എല്ലാ മലയാളികളുടെ മനസ്സിലും പറ്റിയിരിപ്പുണ്ട്. കാരണം അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു ചിരിയായിരുന്നു. നല്ലൊരു പ്ലസൻ്റ് ആയിരുന്നു ചെറുക്കനെ കാണാൻ തന്നെ. കണ്ടൻ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സാബുമാനെ പറ്റി ഒരു നല്ലൊരു അഭിപ്രായമാണ്. എവിക്ഷൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവനോടൊരു കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നുന്നത്. അല്ലാത്ത പക്ഷം അവനെപ്പറ്റി നമുക്ക് മോശമൊന്നും പറയാനൊന്നുമില്ല. ഇതേപോലത്തെ ഒരു സിമ്പിൾ മനുഷ്യൻ. നിങ്ങൾക്കെന്ത് തോന്നുന്നു? സാബുമാൻ ഇപ്പോൾ പോയത് ശരിയാണോ, അതോ ഫൈനൽ 5 സാബുമാൻ ഡിസേർവിംഗ് ആയിരുന്നോ? കമൻറ്റ് ചെയ്തറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next update.